ഞാൻ പറഞ്ഞത് തിരിച്ചു പറയാനായോ നീ? നല്ല കുട്ടിയായിട്ട് കയറ്റി അയച്ച് പിന്നെ ഞാൻ നിന്നെ ഉറക്കും. വാഴ അല്ലാണ്ട് കുറെ നേരമായല്ലോ നമ്മളിവിടെ ഇരിക്കണ. എന്താ കാര്യമെന്നെങ്കിലും പറ. നിക്കടാ, സമയമാവട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇയാളിത് പിന്നില്ല അണ്ണാ. അണ്ണന്റെ ബാഗ് എടുക്കാൻ പോയപ്പോഴേ ഒരുത്തർ എന്നെ ഒരുമാതിരി നോട്ടം. അതല്ല, ഒരുത്തർ ഒരുമാതിരി എന്നെ റൂഡ് നോട്ടം. അതാരടാ നിന്നെ അങ്ങനെ നോക്കാൻ? എന്തായിരുന്നു അവന്റെ പേര്? ബിബീഷ്. ബിബേഷോ? അല്ല, ബിബീഷ് അല്ല, അവര് കൂടെ എടുത്ത് നടക്കില്ലേ അവൻ. അവൻ എന്തിനാ നിന്നെ? അണ്ണൻ എന്താ ഈ ബിബേഷ് എന്ന് പറയുമ്പോ ഒരു ഞെട്ടല്? കുറെ നാളായി ചോദിക്കണമെന്ന് വിചാരിക്കുക, ആരാ ഈ ബിബേഷ്? ബിബേഷ്, കഞ്ചാവ് ബിബേഷ് എന്ന് പറഞ്ഞാ എല്ലാവന്മാരും അറിയും. അവനെ കോളേജിൽ തന്നെ പഠിച്ചത്. പിന്നെ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഇവിടെ നിന്ന് പുറത്താക്കി. അവന്റെ ഗ്യാങ്ങിൽ 2 നാറികളുണ്ട്. അവന്റെ വലം കൈ അജ്മൽ. ഏരിയയിലെ എല്ലാ ഡീലിങ്സും പ്ലാൻ ചെയ്യുന്നത് അവനാ. പിന്നെ ബിജോയ്, കണ്ട ഒരു മാന്യൻ, പക്ഷെ പക്ക ഫ്രോഡ്. ഇപ്പൊ കോളേജിനകത്തും പുറത്തും നടക്കുന്ന എല്ലാ ഡ്രഗ് ഡീലിങ്സിലും ഇവന്റെ ഒരു കൈ ഉണ്ടാവും. പണ്ട് ഞാനും അവനും തമ്മിലൊന്ന് കോർത്തതാ. അന്ന് അവനിക്കൊരു മുട്ടം പണി തന്നിട്ടാ പോയത്. നമ്മുടെ പാർട്ടിയിലെ പിള്ളേർക്കായിട്ട് പണിച്ചന്മാരില്ലേ, അമ്മമാര് കിട്ടിയ അതിന് തന്നെയാടാ നമ്മളിവിടെ വന്നിരിക്കുന്നത്. നോമിനേഷനൊക്കെ കൊടുക്കാറായി, എന്തേലും ചെയ്യണം. എന്താ വന്നപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ നിന്റെ പ്രശ്നം? എന്തത്ര ടെൻഷൻ? എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക? എന്തേ? ഇന്നലെ നമ്മുടെ എതിർ പാർട്ടിക്കാർ ജാതിക്ക് പോയപ്പോൾ ആരോ എങ്ങാണ്ട് ആ നായക്കുറഞ്ഞപ്പൊടി തീർന്നിട്ട് പരിപാടി ആകെ മൊത്തം കോളായി. അതിനിപ്പോ നീ കിടന്ന് ടെൻഷൻ അടിക്കണ എന്തിനാടാ? നിന്റെ കാട്ടിക്കൂട്ടിൽ കണ്ടാ തോന്നി നമ്മൾ ചെയ്താണ്. അങ്ങനെയാണല്ലോ വരിക, നമ്മളെ ചെയ്യുന്നാണല്ലോ വരിക. ഓ, അത് ശരിയാണല്ലോ. എന്നാലിപ്പോ അത് ആരടാ? അത് നായ്ക്കൊറഞ്ഞപ്പൊടിയൊക്കെ. അതെ, നായിക്കൊറഞ്ഞപ്പൊടി. എടാ ഊളെ, നീയായിരുന്നു നിന്റെ പിന്നില്. ഇനി നിനക്ക് കിട്ടാനുള്ള അടിയും കൂടി ഞങ്ങക്ക് മേടിച്ചു തരുമല്ലോ നീ. വല്ലര്. എടാ, ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒരു തേങ്ങയും പറയണ്ട. എടാ, കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ കോളേജ് ചെയർമാൻ കാൻഡിഡേറ്റായ ഈ അരുൺകണ്ണനെ വിജയിപ്പിക്കുന്നതിന് പകരം അരുണക്കണ്ണനെ വലിപ്പിക്കുമെന്ന് എഴുതി വെച്ചമാരാ. അവന്മാർക്കിട്ട് ഞാൻ അന്നേ ഒന്ന് ഓങ്ങി വെച്ചതാ. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. ശരി, ഇനിയിപ്പോൾ എന്ത് പണിറങ്ങാനുണ്ടെന്ന്? ജസ്റ്റ് ഫോർ എ സേഫ്റ്റി. എന്തായാലും ഇനിയിപ്പോ ഇതായിട്ട് ഇവിടെ ഇരിക്കണ്ട കേട്ടാ, പണി കിട്ടുവേ. വാ പോവാ. എന്നാ വാ പോവാ. ഇനിയിപ്പോ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അഞ്ചു ഓക്കേ. എന്താണ് എനിക്കൊരു സഹായം ചെയ്യാം. പറയാൻ എന്താ ചെയ്യണ്ടേ? ആ ഓഫീസ് റൂമിന്റെ അവിടെ എന്റെ ഒരു ബാഗ് ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് വാ. അണ്ണാ, ഏത് നേരത്തെ എന്ത്? സാധനം എവിടെ? എടാ, അതെന്നെ പയ്യൻ ഓഫീസിന്റെ ബാക്കിൽ കൊണ്ട് എടാ മൈ, നിന്റെ അടുത്ത് എന്റെ കൈ കൊണ്ട് തരാല്ലേ പറഞ്ഞു? എടാ ബിബീഷേ, ദേഷ്യം നിന്റെ പിള്ളേടുത്തു. ഇപ്പൊ സാധനം അവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് വന്ന പോലെ തന്നെ പോവുകയും ചെയ്യും. പിന്നെ അവസാനം നിന്റെ പൈസ ഒമ്പിച്ചു എന്ന് പറയും. ഇങ്ങോട്ട് വാ. എന്താണ്? ഓഫീസ് റൂമിന്റെ ഫ്രണ്ടിൽ ഒരു ബാഗ് ഉണ്ട്, അതൊന്ന് എടുത്തിട്ട് വാ. ആ ശരി. ഇവിടെ നിങ്ങളുടെ ബാഗ് ഒന്നും ഇല്ല കേട്ടോ. ശരിക്കും നോക്ക്, ഒരു ബ്ലാക്ക് ബാഗ്. ബ്ലാക്കോ? ആ കിട്ടി. കറുപ്പത്ത അണ്ണന് പൊടിച്ച കളറ്. എന്തരാ ഇമാരാണുങ്ങളെ കണ്ടിട്ടില്ലേ? കാഞ്ചറ
ശ്രുതി എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്താ നീ പറയുന്നത്? എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ ബാഗ് വേണം. പണിയാവൂ. എനിക്കും തോന്നുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നമ്മൾ ഓഡിറ്റോറിയത്തിൽ പോണു, ചില്ലായിട്ടിരിക്കും. ആരാ ആ ബാഗ് ഇടുക. പാവം തരാൻ പറ്റാ ജയദ്രവൻ ശരി, ബാഗ് ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ സാധനം തടാ. നിന്റെ അടുത്തല്ലടാ ബാഗ് തരാൻ പറഞ്ഞേ. പ്രശ്നം പിടിച്ച കേസൊന്നുമില്ല, സിമ്പിൾ കേസാണ്. അങ്ങനെ പറയണമെന്നും കേൾക്കാൻ നിൽക്കണ്ട കേട്ടോ. പറ്റി പഠിച്ചായിരുന്ന ആളാ. നീ ഏറ്റല്ലോ, നീ എനിക്ക് നമ്മുടെ പാർട്ടിക്കിട്ട് പോണവന്മാരെ കിട്ടിയിട്ടുണ്ട്. അവന്മാരെ കോളേജ് ഓഡിറ്റോറിയത്തിൽ പോവാന്ന് കേട്ടു. നീ അവിടെ പോയി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും, ഞാൻ പറഞ്ഞിട്ട് ബാക്കി പണിതാൽ മതി. പിന്നെ മെയിൻ സ്റ്റേജ് വഴി കയറണ്ട, അത് കുറച്ച് റിസ്ക്കാ. അവന്മാരെന്നെയും പണിതാ ബാഗും കൊണ്ടുപോയി. വാടാ. മിണ്ടാണ്ടിരി. അവന്മാരുടെ പാർട്ടിക്കിട്ട് പണിതത് നമ്മളാണെന്ന് അവന്മാർക്ക് മനസ്സിലായിട്ട് നീ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് സ്കൂട്ടായിക്കോ. അവന്മാർ എപ്പോൾ വേണമെങ്കിലും അവിടെ കയറി വരും. ചെക്കടി തൊട്ടിട്ട് ഇവിടെ പാട്ടോട്ടിരിക്കണം. സുജിത്തെ, അവന്മാരെ അതിൻ്റെ അകത്തുണ്ട്. നീ ആരെ എന്താണെന്ന് നോക്കണ്ട, കയറി പണിതോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. വാട്ടിയെടുക്കടാ വിഷ്ണു. നിനക്ക് തല്ലുണ്ടാക്കി പരിചയമുണ്ടോ? ഈ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അറിയണ? അയ്യേ, എനിക്കൊന്നും അറിയണ്ട. അതാ ബിബീഷ്, അവനെ ഞാൻ തീർക്കും. ഈ അരുൺകണ്ടാകുമ്പോ എന്റെ ചെക്കനെ തൊട നീ ആയാ നിന്നെ ഞാൻ Don't speak in the alleys and noise where the playboy dance. There was with my Potter and a hint of stash, hiding secrets in the bottom where my big boys stand. Bloody back, fuck the
വിടറോ വിടറോ അണ്ണാ നോക്കി നിൽക്കാതെ അടിക്കണ്ണ. ഇരതരും വെട്ടയ്ക്ക് പുലിയാട്ടം തുടങ്ങുന്നേ തിരിയാതെ ഒളിച്ചേക്ക്. ഇരതരും വെട്ടയ്ക്ക് പുലിയാട്ടം തുടങ്ങുന്നേ 1 2 3 എണ്ണിത്തീരും നേരം നിന്നെ കൂട്ടരോ വീണു വളർന്നേ 1 2 3 എണ്ണിത്തീരും നിന്നെ കൂട്ടരോ വളർന്നേ. എടാ അത് നായക്കൊറണപ്പൊടിയാടാ. അയ്യോ എന്റെ ഗ്ലാമർ. മുടിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. ബാക്കി ബാൻഡേജ് സേഫ്റ്റിക്കായിരിക്കും. താങ്കൾ അവൻ്റെ ഒരു സേഫ്റ്റിയും പ്രൊട്ടക്ഷനും കണ്ണി കണ്ടൊരു നാട്ടിയും വാങ്ങിച്ചു വിട്ടിട്ട് ആ ചെക്കനാണെങ്കിൽ നായകോടൻ പോലും വലിച്ചിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുക. അവനെതിനെ പറ്റി എന്താ നിൻ്റെ വിചാരം? ഇതൊക്കെ ചെയ്യുമ്പോൾ നീ എന്നെ പറ്റി വിചാരിച്ചോ? ഇവനെ പറ്റി വിചാരിച്ചോ? എടാ അവൻ്റെ അടുത്ത് വിളിക്കും ഞാൻ അറിഞ്ഞ എന്തായാലും അവന്മാർക്കുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ആ കൈ ഇങ്ങടെ തന്നെ ഇത് പിടിച്ചേ. വാ പോവാ. ഞാനേ രാജി വെക്കട്ടെ. എന്റെ പിച്ചുണ്ടതും തിക്കുണ്ടതും ഒക്കെ കലങ്ങുന്നു. ഇപ്പൊ വേണ്ട, എന്റെ കാല് ശരിക്കും മതി. അയ്യോ അമ്മേ, അയ്യോ അയ്യോ. എന്തൊക്കെയായിരുന്നു അടിയുണ്ടാക്കി ശീലമുണ്ടോ? തല്ല് കൊടുത്തിട്ടുണ്ടോ? എന്റെ വാച്ചും പൊട്ടി. ഇപ്പൊ ലാവിഷായി കിട്ടിയപ്പോ സമാധാനമായല്ലോ. അത് പിന്നെ പൈസ ഇല്ലാത്തോണ്ടല്ലോ കേട്ടോ. റൊമാൻറ്റിക് ആയതുകൊണ്ട് ഒരു ടൈമിൽ 2 ഇഷ്ടം. ആ സോസ് ഒന്ന് ഒരു മിനിറ്റ്. എനിക്ക് സോസ് കൂച്ചണല്ലോടാ. തരാം. ബ്ലഡി കപ്പിൾസ്. കള്ളപ്പന്നി. ഞാനെന്തായാലും എൻ്റെ ചിറ്റമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുക. എനിക്കൊന്നും വയ്യ പോലീസിനെ നടികൊള്ളാൻ. ഞാൻ എവിടേക്കെങ്കിലും പോണം. നിങ്ങൾ എന്തേ ആലോചിക്കണം? ഞാനതല്ല ആലോചിക്കണം. അവൻ എന്തിനാ പൊടിയെല്ലാം അണ്ണാക്കിൽ വലിച്ച് കയറ്റിയത്? അതല്ല, അത്രയും നേരം നമ്മളെ അയാളടിച്ചോണ്ടിരുന്നവൻ പിന്നെ നമ്മളെ നോക്കി കൊഞ്ഞല കുത്തി കാണിച്ചു. അതെനിക്ക് മനസ്സിലാവാത്ത. പിന്നെ ഒരു കാന്താരനല്ലേ നമ്മളവിടെ കണ്ടത്. അണ്ണന് വേണം, അല്ലെങ്കിൽ വേണ്ട പാർസലാക്കാം. ഇത് മാറുന്നു. എന്നാണ് ബാഗ്. ഇതെന്റെ ബാഗൊന്നല്ല. അണ്ണനല്ലേ ബാഗ് എടുക്കാൻ പറഞ്ഞേ? അതെ, പക്ഷെ ഇതെന്റെ ബാഗൊന്നല്ലടാ. ബ്ലാക്ക് ബാഗ്. ബ്ലാക്ക് ബാഗ്, പക്ഷെ ഇതെന്റെ ബാഗല്ലാന്ന്. അപ്പൊ പിന്നെ ഇതിലെന്താ? നോക്കിയാലോ? നീ എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും കനത്ത് തടയണേ. അണ്ണാ, നമ്മൾ അടികൊണ്ട് പിരിത്തിരിക്കുന്ന കാര്യം ആരും മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. കണ്ട ഗ്ലൂക്കോസ് പൊടി. ഗ്ലൂക്കോസ് പൊടിയാ? ഇതാ? നിങ്ങൾ ഡാഡി മമ്മി കളിക്കാണ്ട് കാര്യം എന്താ പറ? എടാ ഇത് മറ്റേതല്ലേ? മറ്റേതാ? കൊക്കെയിനാ? എടാ നീ ബാഗിലെടുത്ത് ആരെങ്കിലും കണ്ട സീനോ? വേഗം നമുക്ക് പോവാ അവിടെ.
അണ്ണ അണ്ണ എന്റെ പപ്സ് പപ്സ് വാടാ. അണ്ണ ഏട്ടാ പട്ടിലേക്കോ. സാധനം നമ്മുടെ ഏരിയ വിട്ട് പോയിട്ടില്ല. അവന്മാരെന്താ ചെയ്യുന്നത്? Bloody bag or what's inside? Is it power? Is it pride? A bloody bag, just tell me why. In the corner lurks my young and bold, smooth and slick. Thinks he's got the right bag, but it's a trick. Politicians in the mix when the promise is big, but the bag's got a secret. A part of the game, back in the spotlight. At the plot's peak, different crews they collide. The outcome's bleak, a climax of chaos as they all seek the bloody bag secret. Shh, don't speak.